ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് വന്നേക്കുന്നത് കക്കർച്ചയായിട്ട് കേട്ടോ. ഒരു സ്പെഷ്യലായിട്ടൊരു കക്കർച്ചി വറുത്തത് റെഡിയാക്കിയാലോ. അതിനായിട്ട് തേങ്ങാപ്പാൽ വേണം കേട്ടോ. കക്കർച്ചി, തേങ്ങാപ്പാൽ, ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. ഇത്രയും വെച്ച് നല്ലോണം കൈയും കൊണ്ട് അത് മിക്സ് ആക്കിയതിന് ശേഷം കുക്കറിൽ വെക്കുക കേട്ടോ. അത് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയോ വെളിച്ചെണ്ണയുടെ മണം ഇഷ്ടമല്ലാത്തവർ സൺഫ്ലവർ ഓയിലോ ചേർക്കാം. അത് വെച്ചതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി തന്നെ വേണം കേട്ടോ, അതാണ് ടേസ്റ്റ്. ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും വെച്ചിട്ട് നല്ലോണം ഒന്ന് അതായത് ആ ചെറിയ ഉള്ളി വാടി വരുത്തണം. അതേപോലെ ആവണം കേട്ടോ. ഇച്ചിരി നല്ലോണം ഒന്ന് റോസ്റ്റ് ആയിക്കോട്ടെ. കക്കർച്ചി തേങ്ങാപ്പാലിൽ വെക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ഹെൽത്തി ആണെന്നൊന്നും ഞാൻ പറയില്ല, കാരണം കൊളസ്ട്രോൾ വരാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ചെറിയ ഉള്ളിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം. കക്കർച്ചിയിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ അത് ആ ഒരളവ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഇതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ. അപ്പോൾ തേങ്ങാപ്പാൽ എനിക്കറിയില്ല കൊളസ്ട്രോൾ വരുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്, ഇടയ്ക്ക് ചെയ്ത് കൊടുക്കും. ഇത് 2-3 ദിവസമൊക്കെ കേടാകാണ്ടിരിക്കും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല ടേസ്റ്റാണ്, കറുമുറ ഇരിക്കും. നമ്മൾ സാധാ ഇവിടെ ആർക്കും റോസ്റ്റ് അങ്ങനെയൊന്നും ഇഷ്ടമല്ല, പക്ഷേ ഫ്രൈ ആക്കിയാൽ അങ്ങനെ കഴിച്ചോളൂ. അപ്പം ഞാൻ ചില സമയത്തൊന്ന് ഇതേപോലെ ഫ്രൈ ആക്കും. പിന്നെ നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, അതേപോലെ തന്നെ മല്ലിപ്പൊടി, ഇത്രയാട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഈ കുരുമുളക് ഞാൻ ഇങ്ങനെ വേണ്ടപ്പോൾ പൊടിച്ചെടുക്കുക ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലോണം മൂപ്പിച്ച ശേഷം ആ മണം ഒന്ന് മാറണം, അതായത് മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ചമണം മാറിയ ശേഷം നമ്മൾ ആ കക്കർച്ചിയുടെ വെള്ളം ഇച്ചിരി ഇതിലോട്ട് ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് മാഷ് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ കക്കർച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, പിന്നെ ഇതിൻ്റെ വെള്ളം വറ്റണം. പിന്നെ ചെറുപറ പറയാണ് കേട്ടോ. കാരണം പിന്നെ ഇതവിടെ പതിയെ നമ്മൾ തീ സിമ്മിലിടുക. പിന്നെ നമുക്ക് ബാക്കി പണികളൊക്കെ നോക്കാം. ഇതവിടെ ഇരുന്ന് പതിയെ ആയിക്കോളൂ. നമ്മൾ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്പൂണും കൊണ്ട് തിരിച്ചിട്ടാൽ മതിയാവും. കാരണം ഇത് കുറച്ച് ഡ്രൈ ഫ്രൈ ആയത് കാരണം കുറച്ച് സമയം എടുക്കും ഇതൊന്നായി വരാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇതേ നോക്കിക്കൊണ്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇത് പതിയെ ഒരു സ്ഥലത്ത് കിടന്നായിക്കോളും. നമ്മളപ്പോഴത്തേക്ക് നമ്മുടെ പണികളൊക്കെ നോക്കാം. അപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഇപ്പോഴും പറയണില്ല ഈ തേങ്ങാപ്പാലൊക്കെ വെക്കുന്ന കാരണം ഹെൽത്തി ആണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ നമ്മളൊരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിനെപ്പോഴത്തേക്ക് ടേസ്റ്റ് നോക്കാൻ ആൾക്കാർ വന്നിട്ട് ഇതിങ്ങനെ ടേസ്റ്റ് നോക്കിക്കൊണ്ടേയിരിക്കും. ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത്